ഖലീഫയായിരുന്ന അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലഘട്ടത്തിൽ ഷാമിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അധിവസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഹോബി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെതായ കുതിരയുമായിട്ട് റൈഡ് പോവുക, കുതിര സവാരി നടത്തുക എന്നുള്ളതായിരുന്നു. ഒരിക്കൽ അങ്ങനെ അദ്ദേഹം കുതിര സവാരി നടത്തുന്നതായ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെതായ കുതിരയെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുതിര ഈ ചെറുപ്പക്കാരനായ യുവാവിനെയും വഹിച്ചുകൊണ്ട് ഷാമിൻ്റെതായ ഇടവഴികളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ആ സഞ്ചാരപഥം അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കൊട്ടാരത്തിന്റെ വാതിക്കൽ എത്തുകയും തുടർന്ന് ആകസ്മികമായിട്ട് അബ്ദുൽ മലിക് ബിൻ മർവാന്റെ മകനെ കൂട്ടിയിടിക്കുകയും ആ ഇടിയുടെ ആഘാതത്തിൽ രാജാവിന്റെ മകൻ മരണപ്പെടുകയും ചെയ്തു. തന്റെ മകന്റെ വിയോഗ വാർത്ത അറിഞ്ഞ രാജാവ് ഉടനെ തന്നെ കുതിര സവാരിക്കാരനായ ആളെ കൊട്ടാരത്തിലേക്ക് ഹാജരാക്കാൻ രാജകൽപ്പന പുറപ്പെടുവിക്കുകയും തുടർന്ന് ആ ചെറുപ്പക്കാരനായ മനുഷ്യനെ രാജാവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതായ സന്ദർഭത്തിൽ യാതൊരു നിക്കക്കള്ളിയും ഇല്ലാതെ ആ ചെറുപ്പക്കാരനായ യുവാവ് മനസ്സിൽ കരുതുകയാണ്, അല്ലാഹു തആല ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് എന്നെ കരകയറ്റി കഴിഞ്ഞാൽ, ഞാൻ അറിഞ്ഞുകൂട്ടി മനഃപൂർവ്വം കരുതിക്കൊണ്ട് ചെയ്തതല്ലാത്തതായ ഈ ഒരു പ്രവർത്തനത്തിൽ നിന്നും അല്ലാഹു തആല എന്നെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ, രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ വലിയ ഒരു സദ്യ അന്നദാനം നടത്തുകയും ആ സദസ്സിൽ വെച്ചുകൊണ്ട് ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമധേയത്തിൽ മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിക്കുകയും ചെയ്യുമെന്ന് ആ ചെറുപ്പക്കാരൻ മനസ്സിൽ നിയത്താക്കുകയാണ്. ചെറുപ്പക്കാരനെയും കൊണ്ട് ഭടന്മാർ ഖലീഫയുടേതായ സവിധത്തിൽ എത്തിയതായ സന്ദർഭത്തിൽ ഖലീഫ തന്റെ ദേഷ്യം മുഴുവനും അടക്കി പിടിച്ച് പുഞ്ചിരിയോടുകൂടി കടന്നു വന്നതായ ആ സുമുഖനായ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, അല്ല, നിനക്ക് സിഹർ ചെയ്യാൻ അറിയുമോ? അഥവാ ഖലീഫ ഉദ്ദേശിച്ചത്, സിഹർ ചെയ്ത് നീ എൻ്റെ ദേഷ്യം മാറ്റിയതുപോലെ ഉണ്ടല്ലോ. ഖലീഫ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു. ഉടനെ തന്നെ ഖലീഫയുടെ ചോദ്യത്തിന് പ്രത്യുത്തരം എന്ന നിലയ്ക്ക് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എനിക്ക് മാരണം ചെയ്യാൻ, സിഹർ ചെയ്യാൻ അറിയില്ല. ഖലീഫ ആ ചെറുപ്പക്കാരനോടായിട്ട് പറഞ്ഞു, ഖദ് അഫൗത അൻക, ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും നീ എന്താണ് ചെയ്തത് എന്ന് എന്നോട് പറയ്. ആ ചെറുപ്പക്കാരൻ ഖലീഫയുടെ ചോദ്യത്തിന് പ്രത്യുത്തരം എന്ന നിലയ്ക്ക് പറയുകയാണ്, എന്നെ ഈ ഗുരുതരമായ പ്രതിസന്ധിയിൽ നിന്ന്, പ്രശ്നത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് സൃഷ്ടാവായ അള്ളാഹു കരകയറ്റി കഴിഞ്ഞാൽ, രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ വലിയ ഒരു സദ്യ നടത്തുകയും ആ സദസ്സിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമധേയത്തിൽ മൗലിദിൻ്റെതായ സദസ്സ് സംഘടിപ്പിക്കാമെന്ന് നേർച്ചയാക്കുകയും ചെയ്തു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമധേയത്തിൽ നടത്തപ്പെടുന്നതായ മൗലിദിന്റെ പേരിൽ ഒരു സദ്യ ഞാൻ സംഘടിപ്പിക്കാമെന്നാണ് നേർച്ച ചെയ്തത് എന്ന് പറയുന്നതായ സന്ദർഭത്തിൽ ആ രാജാവ് ആ മനുഷ്യനോടായിട്ട്, യുവാവിനോടായിട്ട് പറയുകയാണ്, ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. മാത്രമല്ല, താങ്കൾ സംഘടിപ്പിക്കുന്നതായ ആ നബിയുടെ പേരിൽ നടത്തപ്പെടുന്നതായ മൗലിദിന്റെ സദസ്സിൽ ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് 1000 ദിർഹം ഞാൻ എൻ്റെ പേരിലും നൽകുന്നു. ഈ പറഞ്ഞാൽ ആ യുവാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമധേയത്തിൽ മൗലിദിൻ്റെതായ സദസ്സ് സംഘടിപ്പിക്കാമെന്ന്, ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി, കര കയറുന്നതിന് വേണ്ടി അദ്ദേഹം നിയ്യത്താക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിച്ച് വരുന്നവർക്ക് സദ്യ നൽകാമെന്ന് അദ്ദേഹം കരുതിയതിന്റെ പശ്ചാത്തലത്തിൽ അല്ലാഹു തആല ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിക്കുകയും മാത്രമല്ല, രാജാവ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ സദ്യയിലേക്കായിട്ട് 1000 ദിർഹം ഓഫറും ചെയ്തു. ബഹുമാനപ്പെട്ട ഇആനത്തു ത്വാലിബീൻ ഈ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ആദരവായ പ്രവാചകന്റെ മൗലിദിന്റെ മാസം, അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരാൻ ഇനി ഏതാനും ദിനരാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് മറ്റമ്പിയാക്കൾ, ഔലിയാക്കൾ, സജ്ജനങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവിടുത്തെ മക്കൾ, പേരമക്കളോടൊത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ സംഗമിക്കാനുള്ള സൗഭാഗ്യം സാധുക്കളായ നമുക്കും, മാതാപിതാക്കൾക്കും, ഭാര്യ സന്താനങ്ങൾക്കും, ഗുരുനാഥന്മാർക്കും, നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളുമുള്ള എല്ലാ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.